ഹലോ എവ്രി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. സോ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ ആദ്യം തന്നെ നമ്മൾ എന്താണ് എൻവയോൺമെൻറ്റ്, എന്താണ് എക്കോസിസ്റ്റം, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 5 ആയിട്ടുള്ള ഫോറസ്റ്റ് റിസോഴ്സസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സസ് പേരിൽ തന്നെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു 1-2 പേജിൽ പഠിക്കാനുള്ള കണ്ടന്റ് മാത്രമേ ഇതിലുള്ളൂ. നമ്മൾ കുഞ്ഞ ക്ലാസ്സിലേ പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ നമ്മൾ പഠിക്കുന്നത്. സോ അതുപോലുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇതിലുള്ളത്. സോ എന്താണ് ഫോറസ്റ്റ് റിസോഴ്സസ്? ഫോറസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, വനം അല്ലെങ്കിൽ നമ്മൾ പറയും കാട്, വനപ്രദേശം, ഇതാണ് ഫോറസ്റ്റ്. അപ്പോൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ കാട്ടിൽ അല്ലെങ്കിൽ വനത്തിൽ പലതരത്തിലുള്ള ലോട്ട്സ് ഓഫ് റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസിൽ വുഡാവാം, അല്ലെങ്കിൽ വെജിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഗ്രികൾച്ചർ ചെയ്ത് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ക്രോപ്സ്, പിന്നെ ചില മെഡിസിനൽ പ്ലാന്റ്സ്, ഇങ്ങനെ ഒരുപാട് ലോട്ട്സ് ഓഫ് റിസോഴ്സസ് നമ്മളുടെ വനത്തിലുണ്ട്. സോ ഇതിൻ്റെ പ്രാധാന്യവും വനത്തിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഒരുപാടൊന്നുമില്ല. നമ്മൾ എക്സാംസിന് ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളുടെ ഇന്ത്യയിൽ എത്ര ശതമാനം ഫോറസ്റ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള പെർസെൻറ്റേജ് കണക്കുകളാണ് വൺ വേർഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. എസ്സേ പോലെ ഒന്നും ചോദിക്കില്ല. സോ ജസ്റ്റ് ആ ഒരു വൺ വേർഡ് പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെ നമുക്കൊന്ന് നോക്കാം. Forest areas are dominated by trees and people depend on forests for survival because they give air, wood and a number of other commodities. Forests also provide habitat for animals and livelihoods for humans, give herbal drugs, cosmetics and a number of raw materials to be used in industries. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫോറസ്റ്റിൽ നമുക്ക് വേണ്ടി ഫോറസ്റ്റ് ഒരുപാട് സാധനങ്ങൾ ഫോറസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മരം. ആ മരമാണ് ആളുകൾ വെട്ടിയിട്ട് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെയാണ് പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ്, നമ്മൾ ചില മെഡിസിൻസ്, അതുപോലെ കോസ്മെറ്റിക്സിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും കാട്ടിൽ നിന്നിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ കഞ്ചാവ് പോലുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഇല്ലീഗലാണ്, നമ്മൾ ഒരുപാട് വളർത്തുന്നത്. പക്ഷേ ഈ പല പ്രോഡക്ട്സിലും കഞ്ചാവിൻ്റെ ഇത്തിരി ഒരു 1 or 2% ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു മെഡിസിനൽ പർപ്പസിനായിട്ട്. ഒരുപാടാവുമ്പോഴാണ് നമ്മൾ ലഹരി പിടിച്ച് കിറങ്ങി പോകുന്നത്. ഇത്തിരിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് മെഡിസിനൽ സംഭവങ്ങളിൽ. പിന്നെ പലതരത്തിലുള്ള റാ മെറ്റീരിയൽസ് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. റാ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു എന്തേലും നിർമ്മിക്കുകയാണ്, ആ നിർമ്മിക്കാൻ നമുക്ക് അതിന് വേണ്ടി വരുന്ന സാധനങ്ങളെയാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു വീട് വയ്ക്കുകയാണ്. അപ്പോൾ വീട് വയ്ക്കുമ്പോൾ എനിക്കതിൽ വേണ്ട റോ മെറ്റീരിയൽസ് എന്താണ്? സിമെൻറ്റ്, അല്ലെങ്കിൽ ചല്ലി, മണൽ, ഇതെല്ലാം അതിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് വനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യ ജീവന് വേണ്ട എല്ലാ സംഭവങ്ങളും കാട്ടിലുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പ്യുവർ ആയിട്ടുള്ള എയർ, ബ്രീത്ത് ചെയ്യാനുള്ള എയർ ഫോറസ്റ്റിലുണ്ട്. നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടർ ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും കാട്ടിലുണ്ട്. സോ നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് സിഗ്നിഫിക്കൻസ് ആണ്. എക്കണോമി എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള എക്കണോമിക്കും പറഞ്ഞിട്ടുണ്ട്, എക്കോളജിക്കലും പറഞ്ഞിട്ടുണ്ട്. അതായത് സാമ്പത്തികപരമായിട്ട് നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് കാട്ടിൽ നിന്ന് കിട്ടുന്നത്, അതിൻ്റെ ഒരു പ്രാധാന്യം. അതുപോലെ എക്കോളജിക്കലി നോക്കിയാലും എന്തൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക് സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ലാഭം ആളുകൾ ഇപ്പോൾ കാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിനാണ് ഏറ്റവും ഉദാഹരണം മരം. ഇപ്പോൾ വനം ഈ മരം കൊള്ള ചെയ്തു എന്നൊക്കെ മേ ബി ന്യൂസ് കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള ജില്ലകളിൽ കാട്ടിൽ ലോട്ട്സ് ഓഫ് ട്രീസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി അതൊരു ഗവൺമെൻറ് ബോർഡ് വെച്ചിട്ടുണ്ടാവും ഈ ഒരു ഏരിയയിലോട്ട് ആർക്കും പ്രവേശനം ഇല്ലാന്ന്. പക്ഷേ ഈ വനത്തിലുള്ള ആരുടെയെങ്കിലും അനധികൃതരുടെ സപ്പോർട്ടോടുകൂടി തന്നെ ചിലർ ഈ വനത്തിലുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ട് പോയിട്ട്, ഇപ്പോൾ ഈ തേക്ക്, ചന്ദനം, ഇതൊക്കെ ഒരുപാട് മരങ്ങൾ ഇടുക്കി പോലുള്ള ജില്ലകളിലുണ്ട്. ചന്ദനമൊക്കെ ലക്ഷങ്ങളാണ് കിട്ടുന്നത് ഒരുപാട് വെട്ടിക്കൊണ്ട് പോയാൽ. സോ ഇതൊക്കെ വിറ്റാൽ നല്ല പൈസ കിട്ടും. സോ അങ്ങനെ എക്കോളജിക്കലി ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ
സോറി, എക്കണോമിക്കലി ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എക്കോളജിക്കലി നോക്കിയാലോ, ഫോറസ്റ്റ് ഹെൽപ്സ് മോഡറേഷൻ ഓഫ് ക്ലൈമറ്റ്സ് ആൻഡ് സപ്പോർട്ട് നാച്ചുറൽ എക്കോളജിക്കൽ സിസ്റ്റം. അപ്പോൾ ഫോറസ്റ്റ് ഇല്ല എങ്കിൽ നമ്മുടെ ഭൂമി ഇല്ലാതാവുന്നത് പോലെയാണ്. കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ തെറ്റുകൾ ഈ ഒരു ഭൂമിയോട് ചെയ്താൽ, നമ്മൾ പ്ലാന്റ്സ് ഇല്ലാതെ നശിപ്പിച്ച് കളയുന്നു, അല്ലെങ്കിൽ വെള്ളമൊക്കെ പൊല്യൂഷൻ ആക്കുന്നു, ഇതെല്ലാം ചെയ്താൽ കാടാണ്, കാട്ടിലുള്ള മരങ്ങളൊക്കെയാണ് പിന്നെയും ഈ ഒരു പ്രകൃതിയെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ ഭൂമിയിൽ പച്ചപ്പില്ലെങ്കിൽ അവിടെ പിന്നെ മനുഷ്യന് അധികം നാൾ താമസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് വേണ്ട ഫ്രഷ് എയറും വാട്ടറും എല്ലാം ഈ ഒരു ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. സോ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നാച്ചുറൽ എക്കോളജിക്കൽ സിസ്റ്റംസിൽ ഇൻക്ലൂഡഡ് ആയി വരുന്നുണ്ട്. ദിസ് സ്റ്റെബിലൈസ് ഗ്ലോബൽ ക്ലൈമറ്റ് ബൈ ഇൻഫ്ലുവൻസ് ഹൈഡ്രോളജിക്കൽ ആൻഡ് കാർബൺ സൈക്കിൾസ്. ഫോറസ്റ്റ് ആൾസോ ഇൻഫ്ലുവൻസ് റെയിൻഫോൾ ആൻഡ് ട്രീ കവർ ഹെൽപ്സ് ഇൻ റിട്ടൻഷൻ ഓഫ് ബൈ ദ സോയിൽ. ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ ഫിക്സിംഗ് ദ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പൊ നമുക്കറിയാം, മനുഷ്യൻ ഓക്സിജൻ ആണ് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയർ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഈ കാർബൺ ഡയോക്സൈഡ് ആണ് ഗ്രീൻ പ്ലാന്റ്സ് വലിച്ചെടുത്ത് അവർ ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിലോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഗ്രീൻ പ്ലാന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ഫ്രഷ് എയർ കിട്ടുമോ? ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ ബ്രീത്ത് ചെയ്യാനായിട്ട് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ജീവൻ നിലനിന്ന് പോകണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മളുടെ ഭൂമിയിൽ നല്ലൊരു ശതമാനം ഏരിയയിൽ ഫോറസ്റ്റ് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ കാർബൺ ഡയോക്സൈഡ്, കാർബൺ സൈക്കിള്, ഇതിലെല്ലാം നല്ലൊരു പങ്ക് ഓരോ ഫോറസ്റ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പോൾ 2-3 മരങ്ങൾ നിന്നാൽ അതൊരിക്കലും ഫോറസ്റ്റ് ആവില്ല. നമ്മളുടെ ചുറ്റും, നമ്മളുടെ വീടിന് ചുറ്റും ഇപ്പോൾ 10-15 മരങ്ങളൊക്കെ എല്ലാവരുടെ വീടിന് ചുറ്റും ഉണ്ടായിരിക്കാം. എക്സെപ്റ്റ് നമ്മൾ ഫ്ലാറ്റിൽ ജീവിക്കുന്നവരുടെ ഒഴിച്ചാൽ നോർമലി വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ചുറ്റിലൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഒരു ഏരിയ, എത്രയോ ഏക്കർ കണക്കിന് ഏരിയയിൽ പച്ച മരങ്ങൾ നിൽക്കുന്ന ഒരുപാട് റിസോഴ്സസ് ഉള്ള സ്ഥലത്തെയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1-2 മരത്തിൽ നിന്ന് കിട്ടുന്ന സിഗ്നിഫിക്കൻസിനെക്കാളും ഒരുപാട് ലോട്ട്സ് ഓഫ് യൂസസ് ഒരു ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴും ഫോറസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. കാരണം നമ്മളുടെ നാട്ടും പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ നമ്മൾ എന്ത് ഭൂമിക്കെതിരെ ചെയ്താലും ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് ഫോറസ്റ്റ് അവിടെ ഉണ്ട്, നല്ല എയറൊക്കെ കൊണ്ടുവരാനായിട്ട്. സോ മനുഷ്യൻ ജീവൻ നിന്ന് പോകണമെങ്കിൽ മസ്റ്റായിട്ട് ഫോറസ്റ്റ് വേണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു ഐഡിയ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ടോപ്പിക് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോറസ്റ്റിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതെന്നാണ് അടുത്ത കുറച്ച് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എക്സാമിന് ഇങ്ങനെ ചോദിക്കില്ല കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഫോറസ്റ്റ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക? മരങ്ങൾ വെട്ടാതിരിക്കുക. മരങ്ങൾ വെട്ടിയാലും, ഒരു മരം വെട്ടിയാലും 10 മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെ സോയിൽ ഫെർട്ടിലിറ്റി ഒക്കെ കൂട്ടുക. പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് വനത്തിലിട്ട് കത്തിക്കാതിരിക്കുക. ഇങ്ങനെയെല്ലാം നമുക്ക് ഫോറസ്റ്റിനെ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും, സംരക്ഷിക്കാനായിട്ട് പറ്റും. അടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഡീഫോറസ്റ്റേഷനെ കുറിച്ചാണ്. എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്നും എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഡീഫോറസ്റ്റേഷൻ തടയാമെന്നും, ഡീഫോറസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനുഷ്യനുണ്ടാവുന്ന ദോഷഫലങ്ങളെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് ഡീഫോറസ്റ്റേഷൻ? ഡീഫോറസ്റ്റേഷൻ എല്ലാവർക്കും കുഞ്ഞിലെ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതായിരിക്കും. വനനശീകരണത്തിനെയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. സ്റ്റിൽ ഒരുപാട് മരമുള്ള ഒരു സ്ഥലം, ഒരുപാട് പച്ചിലകളും മരങ്ങളും വെള്ളവും ശുദ്ധവായുവും ഒക്കെ ഉള്ള ഒരു സ്ഥലം പെട്ടെന്ന് ഒരു നാൾ ഇല്ലാതായി പോവുകയാണ്. അതിനെയാണ് വനനശീകരണം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നു എന്ന് മാത്രമല്ല, ഇല്ലാതായിപ്പോയി പെർമനന്റ്ലി അത് ഇല്ലാതാവുകയാണ്. പിന്നെ അവിടെ മരങ്ങളോ നല്ല എയറോ വാട്ടറോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ ഒരു ഏരിയ മാറുന്നതിനെയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഇന്ന് കാണുന്ന വലിയ വലിയ പല സിറ്റികളും പണ്ട്
ചെറിയ ഗ്രാമപ്രദേശങ്ങൾ ആയിരിക്കാം. ഇപ്പൊ നമ്മൾ ചില സിറ്റിയിൽ അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ അമ്മൂമ്മമാര് ചിലപ്പം പറയും, മക്കളെ ഇതൊക്കെ പണ്ട് കാട് പിടിച്ചു കിടന്ന സ്ഥലമാണ്, ഇന്നാണ് ഇതൊക്കെ നാഷണൽ ഹൈവേ ഒക്കെ വന്നത്. ഇപ്പോൾ ഞാൻ കറന്റ് ഉള്ളത് കഴക്കൂട്ടമാണ്. സോ എന്നോട് ഇവിടെ നിയറസ്റ്റ് ഉള്ള ആരും അമ്മൂമ്മ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഈ ഹൈവേ ഒന്നും മുമ്പ് ഇല്ലായിരുന്നു, മുമ്പ് ഇവിടെ ഭയങ്കര കാടായിരുന്നു, നമ്മൾ എവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ ചുറ്റും ഗ്രീൻ ട്രീസ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളിത് ഇവിടെ മരങ്ങളൊക്കെ കുറവാണ്, നമ്മൾ എവിടെ നിന്ന് നോക്കിയാൽ ജസ്റ്റ് തൊട്ടടുത്ത് കാണുന്നത് ഫ്ലാറ്റ് ആയിരിക്കും, മരങ്ങൾ നമുക്ക് അധികം കാണാനേ പറ്റില്ല. ഇവിടെ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് അധികം അത്യാവശ്യം മാവ് അല്ലെങ്കിൽ ഈ ചക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മരത്തിൽ നിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. സോ ഇന്ന് നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളും പണ്ട് കാടുകളായിരുന്നു. സോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്ഥലം പണ്ട് കാടായിരുന്നു കാണുമല്ലോ, ഡെഫിനറ്റ്ലി ഇതൊരു കാടായിരുന്നു കാണും. അവിടെ ഓരോ മനുഷ്യർ വന്ന് താമസിച്ച് പതിയെ അവിടുത്തെ മരങ്ങളെല്ലാം ഇല്ലാതാക്കി കെട്ടിടങ്ങൾ ഒക്കെ വച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ മരത്തിന്റെ ഒരു അംശവും ഇല്ലാതായിരിക്കുകയാണ്. സോ ഇതുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയറിനെയാണ് കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ മരങ്ങളും മരത്തിന്റെ ഫോറസ്റ്റ് റിസോഴ്സുകളും എല്ലാം ഇല്ലാതാക്കി പെർമനന്റ്ലി ഫോറസ്റ്റ് തന്നെ ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രൊസീജിയറിനെയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ഡീഫോറസ്റ്റേഷൻ ഈസ് കണ്ടിന്യൂയിങ് അറ്റ് എ ഫാസ്റ്റ് പ്ലേസ് ആൻഡ് അബൌട്ട് 12 million hectares of forest are cleared every year. ഓരോ വർഷവും 12 മില്യൺ ഹെക്ടർ ഏരിയ ഫോറസ്റ്റ് നമ്മളുടെ ലോകത്തിൽ നിന്ന് ഇല്ലാതാവുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മളുടെ എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യൻ വരുന്ന ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര മില്യൺ ഹെക്ടർ ഏരിയ സ്ഥലമാണ് ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് ഫോറസ്റ്റ് ആയിട്ട് ഇല്ലാതാവുന്നതെന്ന് ചോദിച്ചാൽ 12 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്, ഫോറസ്റ്റ് ലാൻഡ് ആണ് ഓരോ വർഷവും ഇല്ലാതാവുന്നത്. ഇന്ത്യ ഹാസ് എ ഫോറസ്റ്റ് ഏരിയ ഓഫ് 24%, ബട്ട് അവർ കൺട്രി നീഡ്സ് അബൌട്ട് 1/3 ഓഫ് ദ ടോട്ടൽ ഏരിയ അണ്ടർ ഫോറസ്റ്റ് കവർ ഇൻ ഓർഡർ ടു ഫുൾഫിൽ അവർ റിക്വയർമെന്റ്സ്. ഇവിടെ പറഞ്ഞിട്ടുള്ള അടുത്ത എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഭൂപ്രകൃതി എടുത്താൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനം ലാൻഡ് ആണ് ഫോറസ്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആ ഒരു ലാൻഡ് എടുത്താൽ 24% ഫോറസ്റ്റ് ആണ്. സോ ഇത് ഓരോ വർഷവും 12 മില്യൺ ഹെക്ടേഴ്സ് ഫോറസ്റ്റ് ആണ് നമ്മളുടെ ലോകത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കറന്റ്ലി ഇന്ത്യയിൽ 24% ഫോറസ്റ്റ് ഏരിയ ആണ് ഉള്ളത്. സോ ഈ 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്രയും പഠിച്ചതിൽ എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ്. സോ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷന് കാരണമാവുന്ന റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെന്തൊക്കെയാണ് കാരണങ്ങൾ? മനുഷ്യരാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയാം. ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് പോപ്പുലേഷൻ ആണ്. എണ്ണിയാൽ തീരാത്തത്ര പോപ്പുലേഷൻ ഡിഫോറസ്റ്റേഷന് കാരണമാക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ എല്ലാം കൂട്ടുകുടുംബങ്ങളാണ്. ഇപ്പോൾ ഒരു 10-15 പേര് ഒരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്. പക്ഷെ ഇന്നെല്ലാം കുഞ്ഞു കുഞ്ഞു ഫാമിലീസ് ആണ്. ഇപ്പോൾ ഒരു വീടെടുത്താൽ അവിടെ അച്ഛൻ, അമ്മ, അവരുടെ മക്കള്, അതുപോലെ വളരെ കുഞ്ഞു ഫാമിലീസ് ആണ് ഓരോ വീട്ടിലുള്ളത്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്കും സെപ്പറേറ്റ് വീടുണ്ടാവും. അപ്പോൾ പോപ്പുലേഷന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇവർക്ക് എല്ലാവർക്കും നമ്മളുടെ നോർമലി ഉള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീട് വയ്ക്കാൻ സ്ഥലം കിട്ടിയെന്ന് തികയത്തില്ല. അപ്പൊ നോർമലി സ്ഥലം തികയാതെ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കാട് കയ്യേറാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും, കാടിന്റെ അടുത്താണ് വീട്, അതുപോലെ വന്യജീവി ആക്രമണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിന് റീസൺ എന്താവും? അവരുടെ വീട് ഇരിക്കുന്നത് വനത്തിനടുത്തായിരിക്കും. സോ ഈ മൃഗങ്ങള് ഈ വനത്തിലൂടെ പോകുമ്പോൾ ഈ വനമാണല്ലോ എന്ന് കരുതി ഈ സ്ഥലത്തോട്ട് ഇറങ്ങും. അങ്ങനെയാണ് ഓരോ ഈ കാട്ടാനാക്രമണം ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ചില ഹൈവേസ് ഒക്കെ വരുന്നത് കാടിനുള്ളിലൂടെയാണ്. നമ്മൾ പോകുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ ഈ ഒരു ഈ റോഡിന്റെ സൈഡിലൂടെയും ഈ കാട്ടാനയൊക്കെ ഇറങ്ങി പോകുന്നത് കാണാം. കാരണം അതൊരു കാട് ഏരിയ ആയതുകൊണ്ടാണ്. അപ്പോൾ പതിയെ ഇപ്പോൾ ഒരാൾ ആ കാടിന്റെ സൈഡിൽ വീട് വെച്ചു. അപ്പോൾ അവരുടെ അടുത്ത കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവുമ്പോൾ അവരുടെ മക്കൾ അതിൻ്റെ അടുത്ത് വീട് വയ്ക്കും. അങ്ങനെ വീട് വെച്ച് പോയി കാടിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ വീടാണ്. പണ്ട് കാടായിരുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ വീടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എണ്ണിയാൽ തീരാത്ത അത്ര പോപ്പുലേഷൻ ഡീഫോറസ്റ്റേഷന് ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കാൻ പറ്റിയ ഒരു കാരണമാണ് ഫോറസ്റ്റ് ഫയർ.
കാട്ടുതീ പടർന്ന് കാടില്ലാതാവുന്ന ഒരവസ്ഥ. ഇത് കൂടുതൽ ഉണ്ടാവുന്നത് വേനൽക്കാലത്താണ്. വേനൽക്കാലത്ത് ഈ കാടിൽ ഒരുപാട് പുല്ലുകളാണ് അല്ലേ, പച്ചിലകളും പുല്ലുകളാണ് കൂടുതൽ. അപ്പൊ ഈ വേനൽക്കാലത്ത് ഈ ചൂട് ഒരുപാട് കയറിയിട്ട് ഈ ഇലകളെല്ലാം കരിഞ്ഞു കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ചൂട് കുറച്ചുകൂടെ കിട്ടിയാൽ പിന്നെ അത് കയറി കത്തിപ്പിടിക്കും. പിന്നെ വേറെ ഫോറസ്റ്റ് ഫയർ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ള കാര്യം, ഈ ടൂറിസ്റ്റ് ആൾക്കാർ പോകുമല്ലോ ഉള്ളിലൂടെ, അവർ ചെറിയ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിട്ടാലും അതിലെ ആ ഒരു തീ, ചെറിയൊരു സ്പാർക്കിൾ മതി ഫോറസ്റ്റ് ഫയർ ഉണ്ടാവാൻ. കാരണം ഒന്നാമത് ഇലകളെല്ലാം ചൂടായി കിടക്കുന്നുണ്ടാവുമല്ലോ വേനൽക്കാലത്ത്. സോ ഇതൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം സംഭവിക്കാനുള്ള റീസൺസിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക്, നമുക്ക് ഇത്തവണ അസൈൻമെന്റ് ക്വസ്റ്റ്യനിലൊക്കെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ കാട്ടില് ഒരുപാട് വിലപിടിപ്പുള്ള സംഭവങ്ങളുണ്ട്, പക്ഷെ കാട്ടിൽ താമസിക്കുന്ന കാടിന്റെ മക്കളായിട്ടുള്ള ട്രൈബൽസ് സ്റ്റിൽ പുവർ ആണ്. അവരുടെ ജീവിതം വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് പല ട്രൈബൽസും ഇന്നും ജീവിക്കുന്നത്. അപ്പൊ കാട്ടിൽ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം സ്റ്റിൽ ഇത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്നതെന്ന് ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് tribal people live in poor condition in the rich natural surroundings. These areas have minerals, watersheds of key rivers, food, medicine and other products required by the tribal population. But developmental activities displace them from their own places and ഡിപ്രൈവ് ദം ഓഫ് ദെയർ ലീവ്ലിഹുഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യന് വേണ്ട ആഹാരം, ശുദ്ധവായു, ശുദ്ധജലം, ഒരു നല്ല വീട് വയ്ക്കേണ്ട പ്രോഡക്ട്സ്, ഇതെല്ലാം നമ്മളുടെ കാട്ടിലുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ വേറെ ഫോണൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ കാട്ടിലാണെങ്കിലും ജീവിക്കാം. ഇപ്പൊ ട്രൈബൽസ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഫോണൊന്നും കാണില്ല, അവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധം ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്, കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് ട്രൈബൽസ്. അവരുടെ ചുറ്റിൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവിടുത്തെ ചന്ദനവും തേക്കൊക്കെ വെട്ടി വിറ്റാലും പോലും അവർക്ക് കോടീശ്വരന്മാരാവാം. അത്രയ്ക്കും ഒരുപാട് വിലപിടിപ്പുള്ള സംഭവങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ ചന്ദനവും ഞാൻ പറഞ്ഞാലും മരം മാത്രമല്ല, നമുക്ക് വില കൊടുത്താൽ പോലും കിട്ടാൻ ഇന്നത്തെ കാലത്ത് കിട്ടാത്ത ശുദ്ധവായു, ശുദ്ധജലം എല്ലാം കൊണ്ട് സമ്പന്നരാണ് അവർ. പക്ഷെ അവരുടെ ജീവിതം ഇപ്പോഴും വളരെ പുവർ ആയിട്ടുള്ള കണ്ടീഷനിലാണ്. അതിന് ഒന്നാമത്തെ റീസൺ ഇവിടെ പറയുന്നത്, കറക്റ്റായിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലാത്ത, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാത്ത ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ് ഫോറസ്റ്റിലുള്ള. ഞാൻ നേരത്തെ പറഞ്ഞു, നാഷണൽ ഹൈവേ പോലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ചെറിയ ചെറിയ റോഡുകൾ, ഇത് പലതും ഇന്നത്തെ കാലത്ത് പോയിട്ടുള്ളത് ഫോറസ്റ്റിന്റെയൊക്കെ സൈഡിൽ കൂടെ ആണല്ലോ. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികപരമായിട്ടും ഈ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ മാറിക്കൊടുക്കുമ്പോൾ ഇവരെ ഒന്നെങ്കിൽ അവിടെ നിന്ന് കുടിയേറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോറസ്റ്റിലുള്ള ആൾക്കാരെ ഗവൺമെന്റ് നേരിട്ട് ഏർപ്പെടുത്തുന്ന അതോറിറ്റീസ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വഴി അവിടെ നിന്ന് അവരെ കുടിയേറ്റം ചെയ്യും, വേറൊരു സ്ഥലത്തോട്ട് കുടിയേറ്റം ചെയ്യും. പക്ഷെ ഇവർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇത് നമ്മളുടെ ഭൂമിയാണ്, നമുക്ക് ഇങ്ങനെയുള്ള ഇത് മരങ്ങളൊക്കെ അത് ഒരുപാട് വളരെ കാലപ്പഴക്കം ചെന്ന് താഴെ വീണാൽ അതെടുത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള ചിന്തയൊന്നും ട്രൈബൽസിന് ഇല്ല. അവർക്ക് ആ ഒരു ചിന്ത ഇതുവരെ പോയിട്ടില്ല. അവർക്ക് വേറെ പുറം ലോകമായിട്ടൊരു ബന്ധമില്ലല്ലോ. അതുകൊണ്ടാണ് അവരിപ്പോഴും പുവർ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഫോറസ്റ്റ് റിസോഴ്സസിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാമെന്നാണ്. ദ ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് അഡോപ്റ്റഡ് എ സ്ട്രോങ് ഫോറസ്റ്റ് പോളിസി ടു പ്രൊട്ടക്ട് ഫോറസ്റ്റ് ആൻഡ് പ്ലാന്റ് മോർ ട്രീസ്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് മുൻപേ ഒരു ലോ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളുടെ വനത്തിലുള്ള എല്ലാ റിസോഴ്സസിനെയും സംരക്ഷിക്കണം. അതാണ് ഈ കാട്ടുമൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കാറുണ്ട്. ഓൾസോ നമ്മൾ ഈ കാട്ടിൽ പോയിട്ട്, ഇപ്പൊ കാട്ടാണ് നമ്മൾ കുത്താൻ വന്നാൽ പോലും
നമ്മൾ തിരിച്ച് വെടിവെക്കുകയാണ്. കാട്ടാനെ വെടിവെക്കുകയാണെങ്കിൽ കാട്ടാന ഇൻ കേസ് നമ്മളെ കുത്തിക്കൊന്നാൽ കേസ് വരില്ല, കാട്ടാനയ്ക്കെതിരെ കേസ് വരില്ല. പക്ഷെ നമ്മൾ ഒരു പ്രതിരോധ മാർഗപ്രകാരം ഈ ഒരു വൈൽഡ് അനിമൽസിനെ കൊന്നാൽ നമുക്കെതിരെ കേസാവും, നമ്മൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അതൊരു റൂളാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുറത്തിറക്കിയ ഒരു നിയമമാണ്. കാരണം കാട്ടാനകളെ മാത്രമല്ല കാട്ടിലുള്ള എല്ലാ റിസോഴ്സസിനെയും സംരക്ഷിക്കണം എന്ന നിലയിൽ ഒരു നിയമം തന്നെ നമ്മളുടെ ഇന്ത്യയിലുണ്ട്. ആ ഒരു ലോയുടെ പേര് പറയാം, ഇൻ ദ എൻ്റയർ വേൾഡ് ഫോറസ്റ്റ് ആർ ഡിസപ്പയറിംഗ് മെയിൻലി ബിക്കോസ് ഓഫ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഫോർ ഒബ്ടൈനിങ് വേരിയസ് പ്രോഡക്ട്സ് വിത്തൗട്ട് മേക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഫോർ ഇറ്റ്സ് റീജനറേഷൻ. അപ്പൊ നമ്മളുടെ ലോകം കംപ്ലീറ്റ് എടുത്താൽ പെട്ടെന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫോറസ്റ്റ് ഉള്ള ലാൻഡിന്റെ ആ ഒരു ഏക്കർ കുറഞ്ഞു വരുന്നത്. അതിന് കാരണം ആളുകൾ മരമൊക്കെ അങ്ങ് വെട്ടിക്കൊണ്ട് പോകും. പക്ഷെ മരം വെട്ടുന്നതിന് പകരം അവിടെ ഒരു 10 മരവും കൂടെ വയ്ക്കുന്നില്ല. നമുക്കിപ്പോ മരം ആവശ്യം വരും ഫർണിച്ചർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വീട് പണിയുന്ന ടൈമിലൊക്കെ മരങ്ങൾ ആവശ്യം വരും. പക്ഷെ നമ്മളത് ഇല്ലാതാക്കുന്ന സമയത്ത് അടുത്തത് റീജനറേറ്റ് ആവാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ജനറേഷൻ ഉണ്ട്, അടുത്ത് വരുന്ന തലമുറയ്ക്കും ഈ മരങ്ങളൊക്കെ ഉള്ളതാണെന്നുള്ളൊരു ബോധം മനുഷ്യനില്ല. സോ അവര് വെട്ടിയെടുത്തോണ്ട് പോകുന്നു. അടുത്ത 2 മരവും കൂടി വെക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആളുകൾക്ക് വരുന്നില്ല. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഈ കാട്ടിൽ നിന്ന് മരം വെട്ടിക്കൊണ്ടൊക്കെ പോയാൽ കേസ് എടുക്കും. ഓക്കെ, അതിന് റീസൺ ഇതാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് റിസോഴ്സസ് സംരക്ഷിക്കാം എന്നുള്ള ചോദിച്ചാൽ, ഡെവലപ്പിംഗ് അൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൊമോട്ടിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ഫ്യൂവൽ ആൻഡ് റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡ്യൂസിങ് പേപ്പർ, ഫർണിച്ചർ എക്സെട്ര. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പേപ്പർ മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഓൾസോ ഫർണിച്ചർ, വുഡ് ഫർണിച്ചറിനാണ് എപ്പോഴും ഡിമാൻഡ് കൂടുതൽ. നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക്, സ്റ്റീല് അങ്ങനെയുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിലും വുഡ് ഫർണിച്ചറിന് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്നൊക്കെ ഒരുപാട് മരങ്ങൾ വെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഈട്ടി മരം, അതുപോലെ ചന്ദനം, ഇതിലൊക്കെ ബിൽഡപ്പ് ചെയ്ത ഫർണിച്ചറിനൊക്കെ ഭയങ്കര വിലയാണ്. അത് മേടിക്കാൻ ആളുകളും ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മരങ്ങൾ കൊണ്ടുള്ള ഫർണിച്ചറും പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ മരം അല്ലാതെ വേറെ എന്തെങ്കിലും സോഴ്സസ് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഈ പ്ലാന്റേഷൻ വുഡ് എന്നുള്ള ഒരു ഫർണിച്ചർ ഉണ്ട്. നമുക്ക് പണ്ട് അലമാരയൊക്കെ നല്ലൊരു തടി അലമാരയൊക്കെ മേടിക്കണമെങ്കിൽ ഒരു 20,000 പ്ലസ് ഒക്കെ മേ ബി ആയേക്കാം. പക്ഷെ ഇപ്പൊ പ്ലാന്റേഷൻ വുഡ് കൊണ്ട് 5,000 റുപ്പീസിനാണെങ്കിൽ പോലും ഫർണിച്ചേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ അത് പെട്ടെന്നൊക്കെ ഇല്ലാതായി പോവും, അത് വേറെ കാര്യം. എങ്കിലും നമുക്ക് തടിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. അപ്പോൾ നമ്മളുടെ ഫോറസ്റ്റ് റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് പകരം അൾട്ടർനേറ്റീവ് സോഴ്സസ് കണ്ടുപിടിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്? കൺട്രോളിങ് സോയിൽ എറോഷൻ തടയുന്നതിലൂടെ നമുക്ക് ഫോറസ്റ്റ് റിസോഴ്സസ് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സോയിൽ എറോഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ് ഒലിച്ചലിനെയാണ് സോയിൽ എറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ണൊലിച്ചൽ എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയായിരിക്കുമല്ലോ. നമ്മളൊരു മരം ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ മരം വളർന്ന് വലുതാവുന്ന അനുസരിച്ച് അതിൻ്റെ റൂട്ട് ഈ ഒരു ഭൂമിയിലേക്ക് മണ്ണിനടിയിലോട്ട് സ്പ്രെഡ് ആകുമ്പോൾ അവിടെയുള്ള മണ്ണെല്ലാം ആ ഒരു മരവുമായിട്ട് ഫിക്സ് ആവും. പക്ഷെ അവിടുത്തെ മരങ്ങൾ നമ്മൾ പിഴുതില്ലാതാക്കി മാറ്റുവാണെങ്കിൽ അടുത്തങ്ങോട്ട് ഒലിച്ചു വരുന്ന മണ്ണ് ഡയറക്റ്റ് ഇറക്ക പ്രദേശങ്ങളിൽ, ഈ സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയയിലോട്ട് അങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ മണ്ണ് ഒലിച്ചിലൊക്കെ പ്രളയം ടൈമിൽ ഉണ്ടാവുന്നത്. ബട്ട് അവിടെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മണ്ണിലിച്ചിലൊന്നും പെട്ടെന്ന് ഉണ്ടാവില്ല. സോ ഒലിച്ചിൽ എറോഷൻ തടയാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്നാണ് അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. സോ പുട്ടിങ് ഇൻ പ്ലേസ് ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് ഫൈറ്റിംഗ് ഫോറസ്റ്റ് ഫയർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോറസ്റ്റ് ഫയർ ഡിഫോറസ്റ്റേഷൻ സംഭവിക്കാനുള്ള മെയിൻ ഒരു പ്രോബ്ലമാണ്. ഈ ചൂട് കാലത്തൊക്കെ എല്ലാം കൂടെ കരിഞ്ഞ് പിടിച്ച് നിൽക്കുമ്പോൾ ചെറിയൊരു ചൂട് അല്ലെങ്കിൽ തീയൊക്കെ ഗോളം കിട്ടിയാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. കത്തി ആ ഒരു ഫോറസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കത്തിയില്ലാതാവും. സോ അതിനു പകരം ഈ ഫോറസ്റ്റ് ഏരിയയുടെ എവിടെയെങ്കിലും നിയറസ്റ്റ് ആയിട്ട് ഫോറസ്റ്റ് ഫയർ വന്നാൽ അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെന്താണ് ചെയ്യാൻ പറ്റുക? ഫോറസ്റ്റിനടുത്ത് ഒരു ഫയർ ഫോഴ്സ് പോലുള്ള അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നാൽ തീ പടർന്നു പിടിക്കുന്ന സമയത്ത് വെള്ളം ഒലിച്ചാൽ
ഒഴിച്ചാൽ ഒരു പരിധി വരെ ഫോറസ്റ്റ് ഫയർ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും. Strictly dealing with the cases of unauthorized cutting of trees as per the laws in force. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കാട്ടിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ റിസോഴ്സസ് ആളുകൾ കടത്തിക്കൊണ്ട് പോയി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, പാർട്ടിസിപ്പേറ്ററി promoting agroforestry and social forestry in order to grow fast growing trees by the people within their village on the roadside, canal, stream sites, railway sites and other free areas for meeting their needs of food. ഓക്കെ, അപ്പൊ കാട്ടിൽ നിന്നാണ് ഇപ്പോൾ മരമൊക്കെ ഒരുപാട് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആളുകൾ പോയി ഒരുപാട് ഈ കമ്പനീസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, ഇതിന്റെ കമ്പനീസ് നടത്തുന്നവർ ഡയറക്റ്റ് ആയിട്ട് വനത്തിൽ പോയി മരങ്ങൾ വെട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനു വേണ്ട മരങ്ങളൊക്കെ വച്ചു പിടിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്കിത് തടയാൻ പറ്റുന്ന വേറൊരു മാർഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്, വേണ്ടാതെ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ വസ്തുക്കൾ, അവിടെയൊക്കെ മരങ്ങളും പച്ചില വരുന്ന അങ്ങനെയുള്ള പ്രോഡക്ട്സുകളൊക്കെ വച്ച് പിടിപ്പിക്കണം. ഓൾസോ റെയിൽവേ ട്രാക്കൊക്കെ പോകുന്നതിൻ്റെ സൈഡിൽ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്ത് ചേർന്ന് വീട് കാണത്തില്ലല്ലോ, ഇത്തിരി മാറിയിട്ടായിരിക്കും വീട് ഉണ്ടാവുക. അപ്പോൾ ഈ ട്രാക്കിന്റെ അപ്പുറം ഇപ്പുറയും ഈ ശല്യമൊക്കെ കിടക്കുന്നതുകൊണ്ട് വേറെ മരങ്ങളോ ഒന്നും കാണില്ല. അപ്പോൾ അവിടെ ഒരുപാട് സ്പേസ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ ഹൈവേസിന്റെ നടുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹൈവേയുടെ നടുക്കൂടെ പോകുമ്പോൾ ഭംഗിക്കായിട്ട് ഈ മരങ്ങള് പിന്നെ ഈ പൂക്കള് ഇതൊക്കെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ടാവും. അത് ഭംഗിക്ക് ഉപരി അത് പ്രകൃതിക്ക് നല്ലതാണ്. അപ്പൊ അവിടെ ഹൈവേ ഉണ്ട്, ഹൈവേയുടെ നടുക്കൂടെ നല്ല ഗുഡ് ഓക്സിജൻ പുറത്തോട്ട് വിടുന്ന മരങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. സോ ഇതിലൂടെയൊക്കെ നമുക്ക് ഫോറസ്റ്റിൽ റിസോഴ്സസും നാച്ചുറിനെയും സംരക്ഷിക്കാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യണം എന്നുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് ഇവിടെ പഠിക്കാൻ തന്നിട്ടുള്ളത്. സോ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മരം വെട്ടാൻ പോയാൽ ഒരു 10 മരം വച്ചുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷനും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. സോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു യൂണിറ്റ് ആണ്. ഇതിൽ നമ്മൾ പഠിച്ചതിൽ ഞാൻ നോക്കിയിട്ട് 2 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളോട് എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കണ്ടുള്ളൂ. അതിലൊന്ന്, നമ്മളുടെ ലോകത്തിൽ 12 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഒരു വർഷം ഫോറസ്റ്റ് ഇല്ലാതെ ആവുന്നുണ്ട്. രണ്ടാമത്, ഇന്ത്യയുടെ ഭൂമി ഏരിയ എടുത്താൽ, ഭൂപ്രകൃതി എടുത്താൽ ഇന്ത്യയുടെ 24% ഫോറസ്റ്റ് ആണ്. ഇത് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. എക്സാമിന് എപ്പോഴും പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഇത്ര വെള്ളത്തിൽ എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്, എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെയാണ് ഫോറസ്റ്റ് എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത യൂണിറ്റ് ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.